ഇന്ത്യൻ കായിക ചരിത്രത്തിലെ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒരു അപൂർവ നേട്ടത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വർഷങ്ങളായി ലോക ചെസ് ഭൂപടത്തിൽ ഇന്ത്യ പല വൻ അട്ടിമറികളും നടത്തിയിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന ഇതിഹാസത്തിലൂടെ നമ്മൾ കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യത്തിലേക്ക് ഇതാ മറ്റൊരു ചരിത്ര വിജയം കൂടി എത്തിയിരിക്കുന്നു. അതെ, ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രഗ്യാനന്ദ ചരിത്രം കുറിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കഠിനമായ നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ഇനി ഈ 20കാരന് സ്വന്തം. സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനോ ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിനോ ഇതുവരെ നേടാനാകാത്ത ഒന്നാണ് ഈ ചെന്നൈ സ്വദേശിയായ യുവാവ് നോർവേയുടെ മണ്ണിൽ പോരാടി നേടിയിരിക്കുന്നത്. ഈ വിജയത്തിന് മധുരം കൂടാൻ ചില കാരണങ്ങളുണ്ട്. ഈ വർഷം ആദ്യം പഫോസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പ്രഗ്യാനന്ദയ്ക്ക് വിചാരിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ആ നിരാശയിൽ നിന്നാണ് താരം നോർവേയിലേക്ക് വണ്ടി കയറുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച 6 കളിക്കാർ മാത്രം മാറ്റുരയ്ക്കുന്ന ഒരു എലൈറ്റ് ടൂർണമെന്റാണിത്. നോർവേ ചെസ്സിൽ പ്രഗ്യാനന്ദയുടെ രണ്ടാമത്തെ മാത്രം പങ്കാളിത്തമായിരുന്നു ഇത്. തുടക്കത്തിൽ കളി വളരെ പതുക്കെയായിരുന്നു. ആദ്യ പകുതിയിൽ താളം കണ്ടെത്താൻ പ്രഗ്യാനന്ദ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. എന്നാൽ ഒരു യഥാർത്ഥ ചാമ്പ്യൻ തിരിച്ചു വരുന്നത് തകർച്ചകളിൽ നിന്നാണല്ലോ. ടൂർണമെന്റിന്റെ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത് കളം നിറഞ്ഞ് കളിക്കുന്ന പ്രഗ്യാനന്ദയാണ്. ഈ ടൂർണമെന്റിൽ പ്രഗ്യാനന്ദ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നോർവേ ചെസ്സിൽ 7 തവണ ചാമ്പ്യനായ ലോക 1-ാം നമ്പർ താരം സാക്ഷൽ മാഗ്നസ് കാൾസിനെ 1 തവണയല്ല 2 തവണയാണ് പ്രഗ്യാനന്ദ ക്ലാസിക്കൽ ചെസ്സിൽ മുട്ടുകുത്തിച്ചത്. കാൾസിനെ സ്വന്തം നാട്ടിൽ ചെന്ന് ക്ലാസിക്കൽ ഫോർമാറ്റിൽ 2 തവണ തോൽപ്പിക്കുക എന്നത് ലോകത്തിലെ ഏതൊരു ചെസ് കളിക്കാരൻ്റെയും സ്വപ്നമാണ്. അതൊരു അപൂർവ നേട്ടമാണ്. ആ ഒരൊറ്റ പ്രകടനം കൊണ്ട് തന്നെ പ്രഗ്യാനന്ദ തന്റെ ലക്ഷ്യം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറുവശത്ത് ഈ വർഷം തന്റെ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്താൻ പോരാടാനിരിക്കുന്ന ഇന്ത്യയുടെ ഡി ഗുകേഷിന് ഈ ടൂർണമെന്റ് അത്ര നല്ലതായിരുന്നില്ല. അവസാന ഘട്ടത്തിൽ ഗുകേഷ് കിരീട പോരാട്ടത്തിൽ നിന്ന് പുറത്തായപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയും പ്രഗ്യാനന്ദയുടെ തോളിലായി. ആ സമ്മർദ്ദത്തെ പ്രഗ്യാനന്ദ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കുക. ഇനി നമുക്ക് ആ അവസാന റൗണ്ടിൽ നാടകീയ നിമിഷങ്ങളിലേക്ക് പോകാം. ഫൈനൽ റൗണ്ട് തൊട്ടു മുമ്പ് ടേബിൾ 1-ാം സ്ഥാനത്ത് അമേരിക്കയുടെ വെസ്ലി സോ ആയിരുന്നു. 15.5 പോയിന്റായിരുന്നു അദ്ദേഹത്തിന്. പ്രഗ്യാനന്ദ 15 പോയിന്റുമായി 3-ാം സ്ഥാനത്തും. അവസാന റൗണ്ടിൽ വെസ്ലി സോ നേരിട്ടത് അലിറേസ ഫിർജൂസയാണ്. ആ മത്സരത്തിൽ അലിറേസ വെസ്ലിയെ ക്ലാസിക്കൽ കളിയിൽ സമനിലയിൽ തളിച്ചു. കളി അതോടെ ആർമഗഡൺ ടൈ ബ്രേക്കിലേക്ക് നീണ്ടു. ഇതോടെ പ്രഗ്യാനന്ദയ്ക്ക് മുന്നിൽ ഒരു സുവർണാവസരം തുറക്കപ്പെട്ടു. ജർമ്മനിയുടെ വിൻസെന്റ് ക്ലെയ്മറെ ക്ലാസിക്കൽ കളിയിൽ തോൽപ്പിച്ചാൽ 3 പോയിന്റ് നേരിട്ട് കിട്ടും. അങ്ങനെ വന്നാൽ വെസ്ലി സോയെ മറികടന്ന് ചാമ്പ്യനാകാം. പ്രഗ്യാനന്ദയ്ക്ക് അതൊരു ഡു ഓർ ഡൈ അവസ്ഥയായിരുന്നു. പ്രഗ്യാനന്ദ ആ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടില്ല. കെയ്മർക്കെതിരെ മനോഹരമായ തന്ത്രങ്ങളിലൂടെ പ്രഗ്യാനന്ദ വിജയം ഒളിപ്പിച്ചു വാങ്ങി. ആ ക്ലാസിക്കൽ വിജയത്തോടെ പ്രഗ്യാനന്ദയുടെ ആകെ പോയിന്റ് 18 ഉയർന്നു. അപ്പുറത്ത് വെസ്ലി സോ ടൈ ബ്രേക്കിൽ വിജയിച്ചെങ്കിലും അതിന് 1.5 പോയിന്റ് മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ വെസ്ലിയുടെ ആകെ പോയിന്റിൽ 17 ഒതുങ്ങി. കൃത്യം 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ പ്രഗ്യാനന്ദ ചരിത്ര കിരീടത്തിലേക്ക് നടന്നു കയറി. അലിറേസ ഫിർസൂജ 15.5 പോയിന്റോടെ 3-ാം സ്ഥാനത്തെത്തി. ഈ ടൂർണമെന്റിലെ മറ്റു കളിക്കാരുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അവസാന റൗണ്ടിൽ മാഗ്നസ് കാൾസൺ വെള്ളക്കരുക്കളുമായി കളിച്ച് ഇന്ത്യയുടെ ഗുകേഷിനെ തോൽപ്പിച്ചു. എങ്കിലും കാൾസന് 13 പോയിന്റുമായി 5-ാം സ്ഥാനത്ത് മാത്രമേ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സ്വന്തം നാട്ടിൽ കിരീടം നേടാനാകാത്ത കാൾസിന് വലിയൊരു തിരിച്ചടിയാണ്. ഗുകേഷിനാകട്ടെ വരാനിരിക്കുന്ന വലിയ ചാമ്പ്യൻഷിപ്പുകൾക്ക് മുന്നോടിയായി ചില തിരുത്തലുകൾ വരുത്താൻ ഒരു പാഠമായി ഈ ടൂർണമെന്റ് മാറി. പക്ഷേ എന്തൊക്കെയായാലും ഈ ടൂർണമെന്റ് പൂർണ്ണമായും പ്രഗ്യാനന്ദയുടെയായിരുന്നു. വീണുപോയേക്കാവുന്ന പല ഘട്ടങ്ങളിലും അതിശക്തമായി തിരിച്ചു വരാനുള്ള അദ്ദേഹത്തിന്റെ മാനസിക കരുത്താണ് ഈ 18 പോയിന്റിലും നോർവേ ചെസ് ട്രോഫിയിൽ കാണുന്നത്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെന്നൈക്കാരൻ ചെറുപ്പക്കാരൻ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇന്ത്യൻ ചെസ്സിന്റെ ഭാവി സുരക്ഷിതമായ കൈകളാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിജയം. നോർവേ ചെസ്സിലെ ഈ ചരിത്ര നേട്ടത്തോടെ പ്രഗ്യാനന്ദ ലോക ചെസ്സിലെ തന്റെ 1-ാം സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതിലും വലിയ നേട്ടങ്ങൾ ഈ യുവതാരത്തെ തേടിയെത്തും എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.